ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്താണമ്മ? ഇന്ന് പെരുന്നാള്. അപ്പൊ പെരുന്നാൾ രാവിലെ ആയിട്ട് നമ്മള് പരിപാടി ഉമ്മമ്മ രാവിലെ തന്നെ ചൂലും കൊണ്ട് ഇറങ്ങിക്കുക. അത് ശരി. സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നിവിടെ നമ്മളെ താത്തമാരും എല്ലാരും വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മള് എല്ലാരും വിളിച്ചാണ് ഇന്ന് ഇവിടെ അല്ലേ പരിപാടി. ഇന്ന് ഇവിടെയാണ് നമ്മളെ പെരുന്നാളിന്റെ പരിപാടിയൊക്കെ നമ്മൾ ഇവിടെ വെച്ചിരിക്കണത്. അപ്പൊ എല്ലാരും വരുന്നുണ്ട്, കുട്ടികളും താത്തമാരും എല്ലാരും വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഞങ്ങള് രാവിലെ തന്നെ ഈച്ചാണ്ട് കുളിച്ചാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണേ. ആ പല്ലൊക്കെ തേച്ചു, മറ്റൊന്നൊക്കെ ഇവിടെ പല്ല് തേച്ചുകൊണ്ട് നിൽക്കണേ. എടോ പള്ളി പോണ്ടേ? ഇനി പെട്ടെന്ന് കുളിച്ചണം, ഇതിനൊന്നും ടൈമില്ല പടച്ചോനെ. ഇനി പെട്ടെന്ന് 8 മണിക്ക് നിസ്കാരം, ഏകാലായി. ഇനി വേഗം കുളിച്ചിട്ട് എന്നിട്ട് ഡ്രസ്സ് മാറ്റിയാണ് പോണം അല്ലേ മമ്മ? അപ്പൊ നമുക്ക് ഞാൻ നേരെ വീഡിയോ കൂടെ അല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെ കുളിയും പരിപാടിയൊക്കെ കഴിഞ്ഞു. തെക്ക് ബീറിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. എന്താ കഴിഞ്ഞില്ലേ? നേരം വീക്കണെന്നോ? അതെ ഗൈസ്, അവിടെ തെക്കുപൂറൊക്കെ കേൾക്കുന്നുണ്ട്. ഞങ്ങളിപ്പം കാത്തുന്ന ചെക്കന്മാരെ കോലൊക്കെ പോയി. മമ്മയുടെ കാര്യമായിട്ട് അരിയുണ്ട്, ഉള്ളിയൊക്കെ. ചോറൊക്കെ ഉള്ളിയാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് അമ്മായി എത്തിക്കണ. അമ്മായിയെ സെറ്റല്ലേ? കൈമൊക്കെ മൈലാച്ചി ഇട്ടിക്കണോ? അതെ. എന്നാ നമുക്ക് എന്താ ഫുഡ്? എന്താ ഫുഡ്? എന്താ മമ്മ? ബിരിയാണി. മമ്മ സെറ്റല്ലേ? ഓക്കെ. അപ്പം നമ്മൾ ഇനി നേരെ പള്ളിക്ക് പോയോക്കട്ടെ. ഓക്കെ, പോവല്ലെന്നാ? ഓക്കെ. പോയിട്ട് വരുമ്പോ ഫുഡ് കേട്ടോ. ഓക്കെ. അമ്മായിയെ പോയി. ഓക്കെ ഓക്കെ. നേരത്തോടത്ത് മണ്ടി നീച്ചിട്ടേ ടൈം തീരല്ല. ഡ്രസ്സിന്റെ ഒക്കെ ഒരു കഥ ഉണ്ട്, ഒക്കെ വന്നിട്ട് പറഞ്ഞ ഇപ്പൊ ടൈമില്ല. അവയെ വണ്ടി എടുക്കണം. നടന്നു പോകാനാട്ടെ നമ്മള് വിചാരിച്ചിന്, പക്ഷെ നേരം വൈകി നീച്ചോണ്ട് നടന്നില്ല. കയ്യോണ്ടാണെന്നുണ്ടെങ്കിൽ വെക്കൂല. നമ്മള് പോയോക്ക, നമ്മള് നേരെ പള്ളിയിൽ പോയോണ്ട്. ഇനി പള്ളി കഴിഞ്ഞിട്ടാണല്ലോടാ. ഓക്കെ ഗായ്സ്, എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക് ഗായ്സ്. ബാങ്കിന് കോപ്പി റൈറ്റ് ഇട്ടോ, ബാങ്കിന് കോപ്പി റൈറ്റ് ഇട്ടോ ഗായ്സ്. അങ്ങനെ നമ്മൾ പള്ളിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ചെക്കന്മാരൊക്കെ ഉണ്ട്, ഫുള്ള് സെറ്റാണ്. നടന്നു. അതെ, കൊറേ ചെക്കന്മാര് ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പൊ മറ്റാണല്ലേ മറ്റേ നമുക്ക് നേരെ പള്ളിന്റെ ഉള്ളിൽ കയറാം. അതിനസേ സെറ്റല്ലേ? ബാക്കി പള്ളി പള്ളിയുണ്ട്, ബാക്കി വീട് കൊടുക്കാം. എന്താ പറയാ പെരുന്നാളെ പറ്റി? ഒന്നും പറയല്ല, വളരെ നല്ല പെരുന്നാള്. മറ്റേ ജാത്തമ്മന് എന്ത് മാഷല്ലേ? അനക്കെന്താ അറിയാലോ പെരുന്നാളെ പറ്റി? ഇവിടെ നോക്ക്, ഇവിടെ പറ. പെരുന്നാളെന്താ ചോദിച്ചോക്കോനോട് അല്ലേ? ക്യാമറ കണ്ട് പേടിച്ചു പോവാ. എന്താ പോലെ എന്താ ക്യാമറ എന്ത് പേടി? എന്തൊക്കെ പേടി? എന്താ പേടി? പേടില്ല, ക്യാമറ കണ്ട് പേടിച്ചു കൊണ്ട്. എന്ത് അടിക്കണോ? ഇതാണോ ഈദ് മുബാറക്ക്? തന്നെ നമുക്ക് പോയാലോ? നടക്കില്ലേ? നിനക്കെന്താ പെരുന്നാളെ പറ്റി പറയാനുള്ളത്? പെരുന്നാളെ പറ്റി നല്ലൊരു പെരുന്നാളാണ്. പക്ഷെ ഈ പെരുന്നാളിന് പ്രതിജ്ഞ ഉണ്ടായില്ലേ? നല്ല പ്രതിജ്ഞ ഉണ്ടായില്ലേ? ലഹരി കണ്ടാ തന്നെ അറിയില്ലേ? നമുക്ക് ഇനി നേരെ ഇനി കുറച്ച് നടക്കാനുണ്ട്. ബൈക്ക് എന്താ കാട്ടിടാ? ആദ്യം സാധനം വാങ്ങണം. പ്ലേറ്റ് പോയി വാങ്ങിയാ നമ്മള് സാധനങ്ങൾ കുറച്ച് വാങ്ങാൻ വന്നപ്പോ ഇപ്പൊ ഞങ്ങളെ കണ്ടു പള്ളിക്ക്. എങ്ക പത്താലും നീ നേരെ എപ്പോ വരിക? ഞാനിവിടെ ചോറ് വെച്ചിട്ടില്ലേ? വേഗം നോക്ക്. നമ്മളോട് നിന്ന് തുറവി. അപ്പൊ ഒന്ന് തുറവി അല്ലടാ ഇത് പെരുന്നാള്. അപ്പൊ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാണ്ട്. അതെ, കുറച്ച് കാര്യമായിട്ടുണ്ട് വിചാരിച്ചോ? ഒക്കെ ഉണ്ട്. പോര്, അതൊന്നല്ല പോര്, കൊണ്ടുപോകുന്നില്ല പോര്. നമുക്ക് എന്തെങ്കിലും നേരെ അങ്ങോട്ട് പോവാം. നമ്മുടെ ചെക്കന്മാരുടെ വെയിറ്റിംഗ് ആണ്. ഞങ്ങൾ എല്ലാ പ്രാവശ്യം പെരുന്നാളിന് ഫോട്ടോ എടുക്കലുണ്ട്. അപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് വേഗം പോവാം. ഗൈസ്, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഫുൾ കൂട്ടമുണ്ട് പെരുന്നാൾക്ക്. ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാണ് ഗൈസ്.
പറയാലോ ജമാൽക്ക ഈദ് മുബാറക്ക്. ഓ സെറ്റ്. കുറെ ചെക്കന്മാരുണ്ടായിരുന്നു ഇവിടെ. ഫോട്ടോ ഷൂട്ടിംഗ് ആണ് പരിപാടി. ഗൈസ് പെരുന്നാളിന് പായസം. നാട്ടിൽ നിന്ന് പായസം കിട്ടി. നാട്ടിൽ ഇങ്ങനത്തെ സപ്പോർട്ടുകളൊക്കെ ഉണ്ടാവും കേട്ടോ. നോമ്പല കുഞ്ഞിപ്പാ നോമ്പ് കഴിഞ്ഞിട്ട് നാട്ടിൽ ഇത്ര ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പെരുന്നാൾക്ക് അറിയുള്ളൂ. അതെ എന്നിട്ട് ഫോട്ടോ എടുക്കാണ്ട് നമ്മളെ മുന്നേ വെയിറ്റ് ചെയ്ത് നിൽക്കുക. എവിടെയാണ് ആവും മുന്നേ ലാസ്റ്റ് ഒരു പായസം മാത്രമല്ല മുന്നേക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. മുന്നേ നമ്മൾ വെയിറ്റ് ചെയ്ത ആള് വരികയാണ്. എന്തായാലും ഉണ്ട് അതാണ് അത്രേ ഉള്ളൂ. ആ പോകാണ്ടായത് ഇത് വ്ളോഗ് അല്ലാതെ അല്ലാതെ പോ. എനിക്ക് എന്ത് പെരുന്നാളിനെ പറ്റി പറയാനുള്ളത്? അസ്സലാമലൈക്കും അത്രേ ഉള്ളൂ. എടാ മുന്നേ മുന്നേ എന്നാ പായസം ഇവിടെ മാർച്ചെങ്കി മുന്നേ പൂർവ്വ ഡ്രസ് ഉണ്ടോ? ഇല്ല സെയിം സാധനം ഒരാളുണ്ട്. ഇന്നലെ നമ്മൾ ഇറച്ചി വാങ്ങി സഹായിച്ച ആളാണ്ടത്. കാരണം ഞങ്ങള് ബ്ലോക്കിൽ പെട്ടിറക്കണേ. അപ്പൊ നമുക്ക് ഇറച്ചി വാങ്ങിട്ട് സഹായിച്ച് നമ്മളെ സ്വന്തം ജാബിറ്. എന്താ പറയാ അറിയില്ല. വളരെയധികം സന്തോഷം. മുന്നേ എന്റെ യൂണിഫോം ആടണ്ടോ വേറൊരാള് ഉണ്ടോ? സർപ്രൈസ് ആണ്. ബാ അങ്ങോട്ട് വാ കാട്ടി തരാം. ഇതെന്താ യൂണിഫോമോ? എന്താ? അതെ അതെ കറക്റ്റ് പറയൂ. പെരുന്നാൾ സാറേ ഈദ് മുബാറക്ക്. അതെ സ്നേഹബന്ധം ഒക്കെ സെയിം. എവിടെ വെറുതെ എന്തിന്റെ പ്രൊമോഷനാണ്? എക്സ്പെൻഷൻ സാധിച്ചതാവല്ലേ? എക്സ്പെൻഷൻ സാധിച്ചു. അരെ ഇപ്പൊ മറ്റേ പെണ്ണല്ലേ ഇപ്പൊ ഇടച്ച് പള്ളിക്കണ്ടേനിയോ? നമ്മള് ഫോട്ടോ എടുക്കാൻ ചടങ്ങ് തുടങ്ങിക്കണേ. പക്ഷെ മുന്നേ പെരീന്ന് വന്നു നേരെ ഫുഡ് കഴിക്കാൻ കയറി. അതെ ഫുഡ് കഴിഞ്ഞിട്ടുള്ള ബാക്കി എല്ലാ പരിപാടികളും നാളെ എന്താ അസംബ്ലിക്ക് ക്യൂ എടുത്തിക്ക്. എന്ത് കഴിഞ്ഞ പെരുന്നാളിന് ഇത്ര ആൾക്കാരില്ല. അതെ സത്യം. ആപ്പാടെ നാട്ടിലെല്ലാരും കിട്ടുന്ന പെരുന്നാക്കാൻ കേട്ടോ. സെറ്റല്ലേ? എനിക്ക് ഇപ്പഴാ തോന്നണത് അതെ നാട്ടിലത്തെ ചെക്കന്മാരെ എണ്ണം കൂടിയിട്ട് ഫോട്ടോ എടുക്കാനൊരു സ്ഥലമല്ല. നിക്കണ്ട എങ്ങനെ അറിയില്ല. എല്ലാം കഴിഞ്ഞ് വരുന്നുണ്ട്. ചോറ് പിന്നെ തിന്ന മുന്നേ ഫുഡ് ഫസ്റ്റ് മുന്നേ. അപ്പൊ നമ്മളെ ഫോട്ടോഷൂട്ടും പരിപാടി കഴിഞ്ഞ് നമ്മള് നേരെ പെരിക്ക് വന്നോണ്ട് പെരിയിൽ എത്തി കയറ്റം കയറി കൊടുക്കാം. ആണോ ഫോട്ടോ എടുക്കല് ചെയ്യണ്ടേ? ഫോട്ടോ എടുക്കല് ചെയ്യണ്ടമ്മ. അപ്പാപ്പളന്നേ ആണോ അമ്മ? ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് അല്ലേ? കുത്തിയാ മതി എടുത്താ മതില്ലേ? തിന്നാ മതി. മമ്മ വിളിച്ചാ പോയിട്ടുള്ളൂ. ഫുഡൊക്കെ ആയോ? ഫുഡൊക്കെ കഴിക്കണല്ലോ. എന്താണ് ഫുഡ്? എന്താണ്? ബിരിയാണി. എന്ത് ബിരിയാണിയാണ്? എന്ത് ബിരിയാണിയാണ്? ബിരിയാണി എന്ത് ബിരിയാണി? ബീഫ് വരട്ടിയത്, പായസം, ചള്ളാസ്. അതെ ഗൈസ് ഇതാണ് കേട്ടോ അമ്മമാരുടെ ഡ്രസ്. ഡ്രസ് കാണിച്ചു കൊടുത്താൽ മുണ്ടാട്. എങ്ങനെയുണ്ട് ഗൈസ്? എങ്ങനെയുണ്ട്? കമന്റ് ചെയ്യട്ടെ എങ്ങനെയുണ്ട് മമ്മാന്റെ ഡ്രസ്? പുതിയ മാക്സി അടിച്ചാൻ കൊടുത്തിന്. പിന്നെ ആണോ? ഇത് ശീല കൊണ്ടായിട്ട് അടിച്ചോണ്ടില്ല. തട്ടം പുതിയത് നല്ല പുതിയത്. ഇമ്മാന്റെ ശീല കൊടുത്തിട്ട് ഇത് റെഡിമേഡ്. റെഡിമേഡ് അത് അങ്ങനത്തെ തന്നെ കിട്ടും. കറക്റ്റായിട്ട് കിട്ടും. ഇമ്മമാക്ക് എന്താ ഇമ്മമാരെ സൈസിന് പറ്റി ഉണ്ടാവൂല. അമ്മായിയെ എന്താ ഡ്രസ് ആണോ? അടിച്ചിട്ടില്ല. ഒക്കെ എടുത്തില്ലേ? നമ്മളെ അളിയന്മാരും പെങ്ങന്മാരും കുട്ടികളൊക്കെ വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പൊ അതുവരെ നമ്മള് കുറച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചാണ്ട് കുത്തിരിക്കുക. അങ്ങനല്ലേ മമ്മ? ഓക്കെ കുറച്ച് കഴിഞ്ഞാൽ വരും. കല്യാണം കെട്ടിച്ച വീടല്ലേ? അപ്പൊ അവിടുന്ന് ഇറങ്ങി വരാൻ പറ്റൂല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഓല് വരും. അപ്പൊ അതുവരെ നമ്മള് കുറച്ചു നേരം ഫുഡ് കഴിച്ച് കുത്തിരിക്കാം. നമ്മളിവിടെ ഫുഡൊക്കെ ആക്കണോടെ
എടുത്ത് ഇതാക്കണേ ഇവിടെ ഇങ്ങനെ അങ്ങനെ എടുത്ത് വെച്ചിക്കണേ. നമ്മളെ സ്പെഷ്യൽ ഇന്ന് എന്തൊക്കെയാണ്, എന്തൊക്കെ സാധനങ്ങളാണെന്ന് പറഞ്ഞു കൊടുക്കേ. ഇതിക്ക് നോക്കി ഇതിക്ക് നോക്കി എന്തൊക്കെ ബിരിയാണി, ചിക്കൻ, ചള്ളാസ് അതൊക്കെ തന്നെ നമ്മളെ സ്പെഷ്യല് അല്ലമ്മ. ചിക്കൻ ബിരിയാണി, ബീഫ് വരട്ടിയത്, ചള്ളാസ്, പപ്പടം, പപ്പടം, ഇത്ര സാധനങ്ങള്. അപ്പൊ കഴിച്ച് നമുക്ക് നേരത്തെ നിന്നായിരിക്കാം. ബിരിയാണി എങ്ങനെയുണ്ട് മമ്മ? തിന്നട്ടെ. തിന്നല് തുടങ്ങിയില്ല അപ്പൊ? തിന്നല് തുടങ്ങി. തിന്നിട്ട് രസം എങ്ങനെയുണ്ട് പറയും. ആദ്യം ടേസ്റ്റ് ചെയ്താണ് എങ്ങനെയുണ്ട് നോക്കിട്ട് പറയുന്നിട്ട് നമ്മളെ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കുക എങ്ങനെയുണ്ട് അമ്മാന്റെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. സാറല്ലേ അമ്മായി ഉണ്ടെന്ന് വെച്ചിട്ട് അമ്മായിയാണ് അമ്മായിന്റെ സ്പെഷ്യലാണ്. അതെ അപ്പൊ രസം ഉണ്ടാവും അല്ലേ? എല്ലാരും പാടെ ഉണ്ടാക്കിയാണ് കേട്ടോ. എന്തായാലും ഇനി നേരെ ഫുഡ് കഴിച്ചിട്ട് കാണാം ഇല്ലടാ. ഓക്കെ ഗായ്സ്, നമ്മൾ കാത്തിരുന്ന് നമ്മള് താത്തിയും താത്താന്റെ മക്കളൊക്കെ വരുന്നുണ്ട്. താത്താന്റെ ഡ്രസ്സ് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി ഡ്രസ്സാണ്. ഏത് രസം ഉണ്ടല്ലോ താത്ത. എവിടെ ചെങ്ങൈമാര് നേരത്തെ വരണ്ടേ? പള്ളിക്ക് വന്നി നിങ്ങള് ആണോ? ഞങ്ങളൊന്നും കണ്ടില്ലല്ലോ. ഇത് ഇന്നലെ വെറുതെ പോയപ്പെടുത്തതാ. രാത്രി പോയോ? വെറുതെ അങ്ങോട്ട് പോയപ്പെടുത്താ. ഇത് നല്ല രസം ഉണ്ടല്ലോ ഡ്രസ്സ്. പോയി അടിച്ചിനി എന്നിട്ട് ഡ്രസ്സ് ആണോ? പണി കഴിഞ്ഞിട്ടില്ല. മറ്റുള്ള ശമനപ്പോ വരും. ചോറക്കായോ? ചോറൊക്കെ കഴിക്കണം. ഇനി ചോറ് ഞങ്ങള് വെയിച്ച് ഞാൻ പെട്ടെന്ന് താത്ത അവിടെ നിന്ന് വരുന്നുണ്ടപ്പോ തന്നെ ഞാൻ വേഗം നീച്ച് വേഗം ഇടുവെക്കാവുന്നതാണ്. ഇത് നല്ല രസമുണ്ട്. മറ്റേ എങ്ങനെയാണ്? മറ്റൊരു കട്ട മഞ്ഞണിയില്ലേ? ആ ഇതൊരു ചെങ്ങായിമാരെ ഇതാ നല്ലൊരു പെരുന്നാളായിട്ട് നിങ്ങൾക്ക് ഇതാ പരിപാടി. ഫോൺ കളിച്ചാൻ വന്നാ അപ്പാ ഗായ്സ്. അങ്ങനെ നമ്മളെ അളിയന്മാര് രണ്ടാൾക്കാർ എത്തിക്കണ്, രണ്ട് പെങ്ങന്മാര് എത്തിക്കണ്, പിന്നെ കുട്ടികൾ എത്തിക്കണ്. എല്ലാരും ഇവിടെ ഉണ്ട്. എല്ലാരും ഇവിടെ ഉണ്ട് ഇതാക്കണേ. പിന്നെ നിങ്ങളെല്ലാരും ഒരു പൂതിയാണ് ഇമ്മ ചുരിദാറിട്ട് കാണുന്നെ. അതെ ഉമ്മച്ചിയുടെ ഇതാക്കണ ഇവിടെ മുറ്റത്ത് എത്തിയിട്ട് ഗായ്സ്. എങ്ങനെയുണ്ട് കമന്റ് ചെയ്യും. ഇമ്മ ചുരിദാറിട്ട് പർദ്ദന്റെ ഉള്ളിലാണ് ആള്. ചുരിദാറ് ചുരിദാർ. പിന്നെ അടുത്തത് ഇമ്മമാന്റെ തട്ടത്തിന്റെ കളർ മാറ്റിക്കണം. അതെ റേറ്റ് കാണോ? ഒന്ന് കളറാക്കിക്കണ്. വേറെ എന്തെങ്കിലും മാറ്റാണ്ടെങ്കിൽ നിങ്ങള് പറയും. അതെ ആളെ മാറ്റണമെന്നുണ്ടെങ്കിൽ പറയുന്നത് ഇല്ലേ? വല്യമാനെ മാറ്റാണ്ടില്ല ഒരു കളിയില്ല. അതെ അല്ലേ? നമ്മളെ അളിയൻ ഇവിടെ എത്തിക്കണ്. ഒരളിയും എന്താ നിങ്ങക്ക് എന്താ ഈദ് മുബാറക്കായിട്ട് നിങ്ങൾക്ക് എന്താ പറയാല്ലേ? വള്ളർച്ചി ബിരിയാണി അല്ലേ? അതന്നെ ഫുഡ് കഴിഞ്ഞിട്ടുള്ള ബാക്കിയല്ല പരിപാടി. താത്ത അളിയാക്ക വരി, അളിയാക്ക പുറത്ത് കയറി വരി. അളിയാക്ക അവിടെ കുത്തിരിക്കാണ്. എന്താ സംഭവം നമുക്കറിയില്ല. അളിയാക്കാക്ക് മടിയാണെന്ന് പറഞ്ഞ അളിയാക്കാന്റെ മടിയൊക്കെ നമ്മളൊന്ന് മാറ്റി കയറും. നീച്ച് ഇങ്ങോട്ട് വരും. പായസം കൊണ്ടാക്കണ പണ്ടിട്ട് മടിയൊക്കെ നമ്മളൊന്ന് മാറ്റും. എന്താ പരിപാടി? എന്താ പരിപാടി? വിളിച്ചിങ്ങോട്ട് വരുത്തിക്കണം. എന്താ പരിപാടി കൂടി പറഞ്ഞു കൊടുക്ക്. പരിപാടി കുറച്ചെന്തറിയോ പടക്കവും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചാണ്. അതായത് ചെറിയൊരു ആഘോഷം, ചെറുത് നമ്മളെ കൊണ്ട് പറ്റുന്ന വഴിക്ക് ചെറിയൊരു ആഘോഷം, കുറച്ച് പടക്കവും ഇതൊക്കെ വാങ്ങിയാണ്ടില്ലടാ. അതും കൊല്ലങ്ങൾക്ക് ശേഷം എന്ന പടക്കൊക്കെ പൊട്ടിച്ച് നമ്മളെ ചെറുപ്പത്ത് മറ്റേ തോക്കിലിട്ട് പൊട്ടിച്ചാണ്. ആകാശത്ത് കൂടെ വന്നിട്ട് അവിടുന്ന് ഇതാണ് നമ്മളെ പെങ്ങളെ ഡ്രസ്സ്, നമ്മളെ ചെറിയ പെങ്ങളെ ഡ്രസ്സ്. എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യും. അതേപോലെ ഇത് നമ്മളെ താത്താന്റെ ഡ്രസ്സ്. പക്ഷെ ഇത് നല്ല രസമുണ്ട്. ആ എടുത്തിനാട്ടി നല്ല രസമുണ്ട്. ആദ്യം മറ്റേ ഒരു കട്ട മഞ്ഞ ഇതിപ്പോ ലൈറ്റ് ആയിട്ടാ നല്ല രസമുണ്ട്. അത് പിന്നെ ഇമ്മച്ചി അമ്മായിയോടെ അമ്മായിന്റെ ഡ്രസ്സ് അടിച്ചിട്ടില്ല എന്നാണ്. അടിച്ചിട്ടില്ല അതാ അടിച്ചിട്ടിട്ടില്ല. ഇത് നമ്മളെ ഇതാക്കണേ. ഇത് നമ്മളെ ചെറിയ പെങ്ങളെ കുട്ടി ആദു. ലാദുവാ ഈദ് മുബാറക്ക് പറഞ്ഞ. ഈദ് മുബാറക്ക് പറഞ്ഞ. മുബാറക്കല്ല ഈദ് മുബാറക്ക്. മമ്മ എന്നാ എന്താ പരിപാടി എന്താന്ന് അറിയോ? ഈദ് മുബാറക്ക് അല്ലേ? നമുക്ക് എന്താ പരിപാടി എന്താന്ന് ആദ്യം നോക്കി നോക്കാം. എന്ത് പരിപാടി ഞാൻ പറയുമ്പോളേ ഗൈസ്, നമ്മള് പടക്കം പൊടിച്ചലാണ് പരിപാടി. പടക്കം പൊടിച്ചല് നമ്മള് അവിടെ തോട്ടം ആ തോട്ടത്തെ ചോദിച്ചാ അവിടെ ചെമ്മലാളൊക്കെ മാറ്റിയാൽ മതി. ചെമ്മലാള് കുറച്ച് മാറ്റിയാൽ മതി. സൈഡിക്ക് അങ്ങനെ നിൽക്കാം. ഇവിടെ ഷീറ്റ് ഒന്നും കത്തും. വലിയ പടക്കല്ലേ, ചെറിയ പടക്കങ്ങളല്ലേ. അത് നോക്കുവാണോ?
തോക്ക് എല്ലാരും നോമ്പിന് ടിസ്റ്റേ ഇവിടെ വ്ളോഗിങ് ആട്ടോ ഇവിടെ വ്ളോഗർമാര് അതെ അതാ ഇമ്മമാന്റെ എല്ലാവർക്കും ഈദ് മുബാറക്. അതെ ഈദ് മുബാറക്. വ്ളോഗർമാര് എന്തല്ലേ ഇത് ഇന്നലെ പോയി വാങ്ങിയ പടക്കാണ് ചെറിയ പടക്കം ചെറിയ പടക്കം മുതല് ഇത് പിന്നെ മറ്റേ തോക്ക് മറ്റേ ഇവർക്ക് കുട്ടിയാക്കില്ല തോക്ക് ഈ തോക്കൊക്കെ പണ്ട് ചെറുപ്പകാലത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പെരുന്നാൾക്ക് പോകുന്നത് വാങ്ങൂ ഇവർക്ക് വാങ്ങിയതാണ് ചെറിയവർക്ക് നോക്കേ ഞമ്മക്ക് ഇവിടെ ഒരു തോക്ക് വേണം. എന്തിനറിയോ? കൊരങ്ങനാട്ടാണ് കേരള കൊരങ്ങനാട്ടാണ് കുറച്ച് നീങ്ങിക്ക് ഇതൊന്ന് കച്ചട്ടെ. ചങ്ങായിമാരുണ്ടല്ലോ തോക്കോ കുട്ടിയാക്ക് ഇവൻ ക്രിമിനൽ മൈൻഡിൽ ആളാണ് ഗൈസ്. എവിടെയാണ് ആ സാധനം വെക്ക? അതിന്റെ ഉള്ളിൽ വെക്ക പൊട്ടിച്ച ഒക്കെ കാട്ടിത്തരാം. കൊരങ്ങ് വരുമ്പോഴേ ഇങ്ങനെയാണ് അവിടെ വെക്കയില് നടക്കുക കൊയിന്റെ ഒരു ശല്യം ഇറങ്ങി കൊരങ്ങ് കൊയിഞ്ഞാണ്ടാക്കണ് തേര നിറച്ചോണ്ടിരിക്കണ് ഗൈസ്. എന്താ ഉണ്ടായത്? പൊട്ടിച്ചോ? രണ്ടും ഉണ്ടാക്കിയോ? ടൈറ്റ് ആയിക്കാ അന്റെ നിറച്ചോ? പൊട്ടിച്ചോ? അതാണ് 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 അതാ പോകയാണ് ആകെ പടക്കളി. ഗൈസ് എനിക്ക് പൊട്ടിച്ചാൻ പറ്റൂല. എന്റെ വേരല് കണ്ട ചതഞ്ഞിട്ട് ഇങ്ങനെ പൊട്ടിച്ചാൻ പറ്റൂല. ഒരു കൈ ഇങ്ങനെ കഴിഞ്ഞോല് വരിക. നമ്മളെ പണ്ടത്തെ ടൈമിൽ ചെറുപ്പകാലത്ത് എങ്ങനത്തെ അറിയുന്നറിയോ? മറ്റേ ടൈപ്പ് ഉണ്ടല്ലോ അങ്ങനെ പൊന്തി പൊന്തിയല്ലേ? ആ എന്നെ മറ്റേ ചെറിയ കല്ലുമട്ട് കുത്തും ആ സാധനം. ഇപ്പൊ ഇങ്ങനത്തെ സാധനമാണ്. ഇവിടെ വാ ഇവിടെ ഇവിടെ KGF കളിച്ചാണ് ഇവിടെ. ഏതായാലും ഇവരൊരു വൈബാണ് ഞാൻ ആലോചിച്ച് നോക്കണേ. പക്ഷെ ഇതൊരു വൈബാണ് കേട്ടോ. പൊട്ടിച്ചു കഴിഞ്ഞോ? മമ്മ അവിടെ പൊട്ടിക്കണ നോക്കി കൊടുത്തിരിക്ക. മരുമക്കള് വെടിയൊക്കെ നോക്കി കൊടുത്തിരിക്ക. കൊരങ്ങന്മാർക്കില്ലാണ് കൊരങ്ങന്മാരെ പഠിപ്പിച്ചല്ലേ. നമ്മളൊരു കുടുംബക്കാരുണ്ട്. ആളാരാന്ന് പറഞ്ഞത് എന്താ കയ്യ് മനസ്സിലായോ അമ്മമ്മക്ക്? അമ്മമ്മക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അതിന്റെ സ്റ്റോറി നമ്മൾ പിന്നീട് പറഞ്ഞിരുന്നതാണ്. നമ്മളെ പടക്ക പരിപാടി നടന്നുകൊണ്ടിരിക്കാണ്. പെങ്ങളുടെ വീഡിയോ ക്യാമറയും പിടിച്ച് ഇറക്കുന്നുണ്ട്. നമ്മളെ വേറൊരു പടക്കം മുട്ടായി മേത്ത് കറിയത് മേത്ത് കറി എഴുതിട്ടോ. അതന്നെ എറിഞ്ഞു പിടിച്ച ഇവനൊക്കെ ഭയങ്കര പൊലിവ്. ഇവനെ എന്തൊക്കെയാ പൊട്ടിച്ചണ്? ആദൂന് പൊലിവായിക്കണേ. ഏതൊക്കെ പൊടിച്ചേണ്ടി അറിയില്ല. ഇവന്മാരൊക്കെ പേടിച്ചിട്ട് താത്ത കജ്ജിലാക്കണ കല്ലൊക്കെ പിടിച്ച് ഒത്തിരിക്കണേ. സ്വന്തം മക്കളെ വിശ്വസിച്ചാൻ പറ്റില്ല. മേത്ത് കറിയാണ് ഇവനൊക്കെ കണ്ടോ. ആ പോണ് അന്റെ പൊടിച്ചല് കഴിഞ്ഞില്ലെങ്കിൽ നടന്ന് പൊടിച്ചിനാക്കണ ഏറ്റവും
ആകാശത്തേക്ക് പിടിച്ചല്ലേ നോക്ക അങ്ങനെ പിടിച്ചല്ലേ ആ അങ്ങനെ തന്നെ അതിനെന്തിനാ ചുണ്ടടിച്ചേ ഇല്ല ബലം ഫുള്ളായി കൊടുക്കണല്ലേ എന്താണ് അടുത്ത പരിപാടി? ഇനി നെക്സ്റ്റ് പരിപാടി ഇനി ആക്കണ മാലൊക്കെ ഉണ്ട്, മാലപ്പഴക്കം ഉണ്ട്. ഇത് ഓരോന്നോരോന്നാ സിംഗിൾ ഉണ്ട്, മറ്റേ എടുത്തില്ല മാല. നമ്മളടുത്ത മാലപ്പടക്കത്തിന്റെ സിംഗിൾ ടൈപ്പ് പൊട്ടിച്ചാല പരിപാടിയിലാണ്. അമ്മ അപ്പത്തിന് സേഫ്റ്റി ആക്കിയിട്ട് ബക്കറ്റ് വെള്ളമൊക്കെ എടുത്തേക്കാൻ പറയുന്നുണ്ട്. അതന്നെ തോട്ടാണ്, അപ്പുറത്ത് റബ്ബർ തോട്ടാണ്. പിന്നെ ഇറ്റങ്ങളൊക്കെ അല്ലേ അല്ലേ? ഖദീസാത്താന്റെ പേരേ പറയുള്ളൂ ഇവിടെ അല്ലേ? ഖദീസാത്താന്റെ പേരെയും പറമ്പോ ഖദീസാത്ത കാട്ടി. അതാണ് അവിടെയാണ് കാറ്റുണ്ടായോണ്ട് നിക്കൂലടാ. നമ്മക്കടക്കം പൊട്ടിച്ചണ്ടല്ലേ നമ്മള് ഇങ്ങനെ നോക്കിക്കാ. എനിക്ക് കജ്ജോണ്ടും വെക്കൂല. അതെ, നമ്മള് പൊട്ടിക്കൽ ആരംഭിക്കുകയാണ് അല്ലേ? എറിയാനറിയടേ. കത്തി കത്തി. ഓ പവറായി. നമ്മളിന്നത്തെ പരിപാടി അറിയുന്നത് ചെറുതായിട്ടൊരു പടക്കൊക്കെ പൊട്ടിച്ചാണ്ട്. കാരണം കൊറേ കാലത്തിന് ശേഷമാണ് നമ്മള് കുടുംബം എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടുന്നത്. അതായത് ഇങ്ങനെ ഒന്ന് കൂടുന്നത്. അപ്പൊ അതിൻ്റെതായിട്ട് നമ്മള് ചെറിയ പടക്കം ഇതിന് നിങ്ങളാണ് കേട്ടോ കാരണം. അല്ലെങ്കിൽ നമ്മളൊന്നും ഈ കൂടുതലൊന്നും ഉണ്ടാവില്ല. സത്യമായിട്ടും ഇത് നിങ്ങളൊരൊറ്റ സപ്പോർട്ട് ഉണ്ടായിരുന്നു മാത്രമേ. മാലപ്പടക്കം ബക്കറ്റ് വെള്ളം കൊണ്ടുവന്നേക്കാണ് സേഫ്റ്റിക്ക്. നമ്മുടെ വെള്ളം കൊണ്ടുവന്ന് റെഡി ആക്കിട്ട് ഇപ്പൊ നിങ്ങള് വെള്ളം ഉണ്ടായില്ലേ? അതിനെ മൊത്തം പൊട്ടി കഴിഞ്ഞിട്ട് മതിയേ. തോട്ടം കത്തണെന്നുണ്ടെങ്കിൽ മാത്രം വെച്ചാ കണ്ടിട്ട് ബക്കറ്റിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചിന്. അതിനെ എപ്പോഴാ കത്തറിയില്ലല്ലേ? ഫുൾ സേഫ്റ്റി നമ്മള് കണ്ടറിഞ്ഞിട്ട് ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മള് മാലപ്പടക്കം കെട്ടി തൂക്കിക്കണേ. കെട്ടി തൂക്കി. എടാ അത് പൊട്ടിക്കൊഴിഞ്ഞാടോ? അത് നോക്കി നോക്കാം. ഏകദേശം നമ്മള് വണ്ടിയൊക്കെ കുറച്ച് ബാക്കൊക്കെ വെച്ചിരിക്കണം കേട്ടോ. കാരണം ഇൻ കേസ് എന്തെങ്കിലും ആയി കഴിഞ്ഞാലേ വണ്ടിയൊക്കെ മാറ്റി വെച്ചാണ് അല്ലേ? നമുക്ക് ഇനി പൊട്ടിച്ചാ മാലപ്പടക്കം പൊട്ടിച്ചാ. ആർക്കാണ് തിരി ആർക്കുള്ളത്? ഇമ്മ തിരി കൊടുത്ത എങ്ങനെ ഉണ്ടാവും? എന്താ തിരി കൊടുത്ത ഒരാഗ്രഹം ഉണ്ടാവില്ലേ? മമ്മ ചീത്ത അറിയാൻ വേണ്ടി കുത്തിരിക്കണത് അല്ലേ? മമ്മ എല്ലാരും വെയിറ്റിംഗിലാണ് ഗൈസ്. ഷാള് കത്തരുതേ, മണ്ടട്ടോ. അങ്ങനെ പല്ലൊന്നും ഉണ്ടാവില്ല. പിന്നെ എയിമേ കത്തിച്ചേണ്ടി അറിയോ? അത് കെട്ടു. ഇതാണ് കാറ്റ്, നല്ല കാറ്റുണ്ടാവും. എങ്ങനെയുണ്ടായിരുന്നു മമ്മ? പടക്ക എങ്ങനെയുണ്ട്? കഴിഞ്ഞില്ലേ? വെള്ളം കൊടുക്കുന്നോ? ആ ഒറ്റ കെട്ടു. അങ്ങനെ അതാണ് കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു മാമ പടക്കം? എങ്ങനെയുണ്ട് നമ്മളെ മാലപ്പടക്കം? എങ്ങനെയുണ്ട്? എന്താ അഭിപ്രായം പറയേ? പ്രേക്ഷകരോട് സെറ്റാണോ? സെറ്റല്ലേ? ആ ഗുണ്ട് ഓടിച്ചാലോ നീ? ഗുണ്ടടിച്ചാലും മണ്ട അടിച്ചു വരുത്തുന്നതാണ് മാമ. മാലപ്പടക്കത്തിന്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പടക്കം പൊടിച്ചാലും പരിപാടികളൊക്കെ നമ്മള് കഴിച്ചു. നമ്മളെ ചെക്കന്മാരൊക്കെ ഇവിടെ എത്തിക്കണേ. നമ്മള് പടക്കം പൊടിച്ചാണ്. അതെ ഗൈസ്, ഇതാണ് പടക്കം. അതെ, ചോട്ടുകൊണ്ടിട്ടല്ലോ. ഓ സൗണ്ട് ഗൈസ്. നമ്മുടെ മുന്നൊക്കെ അവിടെ ഉണ്ട്. ഇത് നബീല് ഗൈസ്. മുന്ന എനിക്ക് എന്താ പറയാല്ലേ? ഓക്കെ, കോപ്പിറൈറ്റ് വരുമോ അതിന്? ഇത് നല്ല ഡോസില് മുന്നേ നോക്കാം.
വേറെ എന്തൊക്കെ പരിപാടി നോക്കുന്നുണ്ട് ഇവിടെ. ഒരു 3-4 വെച്ചിട്ട് അയിമ വെച്ചാണ് പൊട്ടിച്ചാനാണ് പ്ലാൻ. ചെമ്പട്ടിയോ? ആ ഒരു ചെമ്പട്ടിയുള്ളൂ ഇവിടെ. കൂട്ടിമുട്ടും. കത്തിയിട്ടില്ലടാ പൊട്ട കാണാനാ. കത്തണീനും പളിയാൻ വണ്ടിക്കണ്. അപ്പുറത്തെ കാണില്ല കല്യാണം. എവിടെ എന്തൊക്കെ പൊട്ടിയത്? ചെവിയാണ് കൂക്കി നായിക്കളെ. ഗൈസ് അപ്പൊ ഞമ്മളെ ആപ്പാപ്പൊക്കെ പോവാണല്ലോ. താത്ത ഞങ്ങള് പോവാണ് ഗൈസ്. അപ്പൊ ഞമ്മളെ ആപ്പാപ്പ ഇവരൊക്കെ പോവുകയാണ് അല്ലേ? ഓക്കെ, നാളെ ഇനി അവിടെ ഇല്ല പരിപാടി ഗൈസ്. അപ്പൊ നാളെ ഓരോടെ പരിപാടി. അപ്പൊ ഇന്നത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് പോവുകയാണ്. എന്താ പറയല്ലേ? ഒന്നും പറയല്ലേ? ഓക്കെ, ഈദ് മുബാറക്ക് അല്ലേ? എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെ വീട്ടിലേക്ക് ഒരാളും കൂടിയും വരുന്നുണ്ട്. ആരാന്ന് നമ്മള് കാട്ടിത്തരാം. ഒരുവിടെ എത്തട്ടെ. പോര് വെൽക്കം ചെയ്യാണ്. കമോൺ കമോൺ. ഏത് ഷർട്ടൊക്കെ മോനെ ആശി. വേഗം കയറി ഇരിക്കി ആശി ഇരിക്കണം. എവിടെ നോക്കിയാലും വ്ളോഗ്. വലിയ റീലൊക്കെ എടുക്കണം പറയുന്നത് എന്താണാവോ നോക്കട്ടെ. മേത്ത് കറിയല്ലോ. എവിടുന്ന പൊട്ടിയത്? എന്തതും കൂടി ഇല്ലാത്തെന്ന് വിചാരിച്ചെത്തിരിക്കാണ്. അതായി ആകെ വ്ളോഗ്. ഇവിടെ വെള്ളം കൊടുക്കുന്ന സീനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളെ നല്ല വൈബാണിത്. ചൂടോ? ഉച്ച ടൈമില് മാത്രം. പക്ഷെ കാറ്റുണ്ടാവും. ചൂട് കുറവാക്കില്ല, എന്നാലും ഉണ്ടാവും. കൊയങ്ങി കുത്തിരിക്കാണ് ഇത്രയും നേര്. മുന്നന്റെ വരവാണ് കാട്ടിലാണ്. കുറച്ചപ്പുറത്തന്നെ, ഇതിന് കുറച്ചപ്പുറത്തന്നെ. നമ്മുടെ ഇന്നത്തെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് അല്ലേ അമ്മ? പെരുന്നാളിനെ പറ്റി നമുക്ക് എന്താ പറയുള്ളേ? പെരുന്നാൾ അടിപൊളി. നമ്മളിപ്പോ എത്ര കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു പെരുന്നാൾ ആഘോഷിക്കണേ? പടക്കൊക്കെ പൊട്ടിച്ച് പണ്ടത്തെ പോലെ. വെജല്ലോ ഇങ്ങോട്ട് വരാം. അപ്പൊ നമ്മൾ അവിടെ പോയല്ലേ കഴിച്ച. ഇന്നിപ്പോ എത്ര കൊല്ലത്തിന് ശേഷമാണ് ചുരിദാർ ഇടുന്നത്? കൊറേ കൊല്ലങ്ങളൊക്കെ ചെറിയ കുട്ടികളാ. ഞാൻ കണ്ടിട്ടില്ല. ചുരിദാർ കണ്ടിട്ടില്ലേ? ഫസ്റ്റ് ഖത്തർ പോയില്ലേ? ഇവന് 6 വയസ്സിലപ്പോ അന്നിട്ട് പോയതാ. ഇമ്മമ്മക്ക് ഷാള എങ്ങനെയുണ്ട്? നിങ്ങളെ അഭിപ്രായം പറയണം കേട്ടോ. ഞങ്ങൾക്ക് നല്ല രസം തോന്നുന്നുണ്ട്. നിങ്ങളെ അഭിപ്രായം പാടെ നിങ്ങൾ പറയണം. നീടാ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നബീലെ? നല്ല വിശപ്പുണ്ട്. നമ്മ ഫുഡ് കഴിക്കല്ലേ ഗൈസ്? അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. അതൊരു നമ്മ എല്ലാവർക്കും അസ്സലാമു അലൈക്കും പറഞ്ഞു കൊടുക്കുക. കൈ കൊണ്ട് ചാറ്റൊന്നും കാട്ടണ്ട ഗൈസ്. നിങ്ങൾക്കൊരു ഒരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രട്ടെ നമ്മള്, അതായത് നമ്മളെ ഇന്നത്തെ ഈ പെരുന്നാളുണ്ടല്ലോ, അതായത് കുറെ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പെരുന്നാൾ നമ്മൾ ഉണ്ടാക്കിയത്. അത് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായത് മാത്രമാണ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായത് മാത്രം. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങള് ഫാമിലി എല്ലാരും കൂടി ഒന്നിച്ചു കൂടി അല്ല അമ്മ? അല്ലാന്നുണ്ടെങ്കിലും ഒന്നും ഉണ്ടായില്ല, സത്യം പറയാലോ. സാധാ പണ്ടത്തെ പോലെ ഒന്നുമില്ല. നമ്മൾ അങ്ങോട്ട് പോലെയാണ് എല്ലാ പ്രാവശ്യം പെരുന്നാൾ. എങ്ങനെ അറിയോ? ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടാണ് പെരുന്നാൾ ഉണ്ടാവില്ല. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ വെക്കാന്ന്. അത് നിങ്ങളൊരു സപ്പോർട്ട് ഉണ്ടായത് മാത്രമാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യല്ലേ? അപ്പൊ ഓക്കെ ഗൈസ്, സെറ്റ്.